ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം വചന ശുശ്രൂഷ, രണ്ടാമത്തെ ഭാഗം ബലിയർപ്പണം. നമുക്കറിയാം, നമ്മുടെ കുർബാന ആരംഭിക്കുമ്പോൾ അന്നാ പെസഹ എന്ന ഗാനം ആലപിച്ച് കർത്താവ് നൽകിയ കൽപ്പന ഓർത്തുകൊണ്ടാണല്ലോ ബലി ആരംഭിക്കുക. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഒരു കാര്യം, അന്ത്യത്താഴവേളയിലുണ്ടായിരുന്ന ഒരു കാര്യം അനുദിന ദിവ്യബലിയിൽ ഓർക്കാതെ പോകുന്നതെന്ന്. അതെന്താ നമുക്കറിയാം. വർഷത്തിൽ ഒരിക്കലും നമ്മളത് ഓർക്കും. പെസഹ വ്യാഴാഴ്ച കാലുകഴുകൽ ശുശ്രൂഷ. എനിക്ക് തോന്നുന്നു കുർബാനയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വളരെ അധികം ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷയെ ബന്ധപ്പെട്ടുള്ള കാര്യം. അത് അനുദിന ദിവ്യബലിയിലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളോ ആ ശുശ്രൂഷയോ കുർബാനയിൽ ഞാൻ പ്രത്യക്ഷത്തിൽ ഓർക്കുന്നില്ല ഉള്ളതായിട്ട്. എന്നിരുന്നാലും കുർബാനയുടെ ആരംഭത്തിൽ ഈ കാര്യം നന്നായിട്ട് നമ്മൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചതിന് ശേഷം വേണം ബലി അർപ്പിക്കാൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായ ചിന്ത. അന്ന് അത്താഴവേളയിൽ ഈശോ എഴുന്നേറ്റ്, നമുക്കറിയാം, താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. നമ്മൾ കൃത്യമായിട്ട് പെസഹ വ്യാഴാഴ്ച ഓർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 363 ദിവസം അത്ര ഓർക്കാറില്ലെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ ഞാൻ പറയാം, 364 ദിവസവും ഈ കാര്യം ഓർക്കണം. കാരണം നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് ബലി അർപ്പിക്കുമ്പോൾ ആ ബലി അർപ്പണത്തിനിടയിലുണ്ടായൊരു കാര്യം എന്താ മറക്കുന്നത്? നമ്മൾ ഓർക്കണം. ശുശ്രൂഷ. കർത്താവ് പറയുന്നുണ്ട്, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. ഞങ്ങളുടെ പൗരോഹിത്യത്തെ പറയുന്ന പേരെന്തെന്നറിയാവോ? ശുശ്രൂഷ പൗരോഹിത്യം. ആരെങ്കിലും അങ്ങനെ ശുശ്രൂഷ പുരോഹിത എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. പുരോഹിത അച്ഛാന്ന് വിളിക്കുക. ഞാൻ പറയാ, ശുശ്രൂഷയുടെ തലം ആണ് പൗരോഹിത്യത്തിൽ ഊന്നൽ എന്നുള്ള കാര്യം എനിക്കും മറ്റ് സമർപ്പിതർക്കും അൽമായർക്കും തിരിച്ചറിവുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് ഞാൻ ചിന്തിക്കുക. ശുശ്രൂഷയാണ്. ഈ അധികാരം എന്ന് പറയുന്ന വാക്ക്, നമ്മൾ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അധികാരം എന്ന വാക്കിനെ നോക്കിക്കാണുകയാണ്. സഭയിൽ അത് ശുശ്രൂഷയാണ്, കാലുകഴുകലാണ്. അതാണ് ഈശോ കാണിച്ചു തന്നിരിക്കുന്നത്. അത് ഒടുക്കത്തെ അത്താഴവേളയിലാണ് കാണിച്ചു തന്നിരിക്കുന്നത്. കുർബാന സ്ഥാപിച്ച ഈശോ തന്നെയാണ് കാല് കഴുകാൻ മാതൃക നൽകിക്കൊണ്ട് ഞാൻ ചിന്തിക്കുക, ഈ കൽപ്പന പാലിക്ക്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞപ്പോൾ അതും ഇതൊക്കെ ഈശോ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനും എല്ലാ ക്രൈസ്തവരും മറ്റുള്ളവരുടെ കാല് കഴുകുന്ന ശുശ്രൂഷയ്ക്ക് ഊന്നൽ കൊടുക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചു വരിക. പാദങ്ങൾ കഴുകുക അധികാരത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇന്നിപ്പോൾ പലരും അധികാരത്തെ ലോകത്തിൻ്റെതായിട്ടുള്ള അധികാരമായിട്ട് കണ്ടിട്ട് അധികാരത്തെ ചോദ്യം ചെയ്യുകയും അധികാരത്തിനെതിരെ നിലകൊള്ളുകയും അധികാരത്തിനെതിരെ ആളുകൾ തിരിച്ചുവിടുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് സഭയ്ക്കുള്ളിൽ, ഇടവകകളിൽ, രൂപതകളിൽ, ആഗോള സഭയിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് തിരിച്ചറിവിൽ വന്ന വ്യത്യാസമാണ്. ഇവിടെ അധികാരം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചിന്തയിലുള്ള അധികാരമല്ല, ഇവിടെ ശുശ്രൂഷയുടെ അധികാരമാണ്. അതിന് പ്രാധാന്യമുണ്ട്. ആ അധികാരത്തിന് ശ്ലൈഹിക അധികാരം. അങ്ങനെ ശ്ലൈഹിക അധികാരത്തെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈശോ നൽകിയിട്ടുള്ള ശ്ലൈഹിക അധികാരം, ശുശ്രൂഷയുടെ അധികാരം, അത് പ്രാധാന്യം അർഹിക്കുന്നതാണ്.
നമ്മളതിനെ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ കണ്ടാൽ അത് ഇത് ഒന്നിച്ച് തള്ളിക്കളയാടെ വരും. അത് തള്ളിക്കളഞ്ഞാല് ഇപ്പം മെത്രാന്മാര് അത് ശിഷ്യന്മാരിലൂടെ ഈശോ നൽകിയ ശ്ലൈഹികാധികാരം കൈമാറുന്നവരാ, ശുശ്രൂഷയുടെ തലമാണ്. അതൊന്നും വേണ്ട, പോട്ടെ. അച്ഛന്മാര് ആ ശ്ലൈഹികാധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്, ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട്. അത് അവരൊക്കെ പോട്ടെ, അച്ഛന്മാർ അവരെ പാട് നോക്കി പോട്ടെ, മെത്രാന്മാർ അവരെ പാട് നോക്കി പോട്ടെ. നമ്മളാണ് എന്ന് പറഞ്ഞൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് അതൊക്കെ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള അധികാരവുമായിട്ട് മിക്സ് ചെയ്ത് സഭയ്ക്കുള്ളിൽ അധികാരത്തെ കാണുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ഒക്കെ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകാം. ഞാനൊരു മെത്രാനാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അധികാരം ഞാൻ ലോകത്തിൻ്റെ രീതിയിൽ ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും കാരണമാകാം. ഞാൻ തിരുത്തണം. ഞാൻ പറഞ്ഞു വരുന്നത്, കുർബാന അനുദിനം അർപ്പിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാലുകഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കണം, ധ്യാനിക്കണം, തീരുമാനമെടുക്കണം എന്നാണ്. ആ ശ്ലൈഹിക അധികാരം, ആ കൽപ്പന, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. യേശു സഭയെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, സഭയ്ക്ക് രൂപം കൊടുത്ത് സഭയെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആ ശ്ലൈഹിക അധികാരമാണ് സഭയിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നത്, മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയും. അതിന് പ്രാധാന്യമുണ്ട്. എല്ലാം അങ്ങ് കാറ്റിൽ പറത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ കുർബാന അച്ഛനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ആ ശ്ലൈഹികാധികാരം പങ്കുപറ്റുന്ന വൈദികൻ അർപ്പിക്കുന്ന ബലിയുടെ അർത്ഥമാരെ ചോദ്യം ചെയ്യപ്പെടും. വലിയ പ്രശ്നമാണത്. അച്ഛനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന് വേണം, ശുശ്രൂഷ പൗരോഹിത്യമാണെന്നുള്ള തിരിച്ചറിവും വേണം, മെത്രാനും വേണം. ഞാൻ വീണ്ടും കാലുകഴുകൽ ശുശ്രൂഷയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ ഈ അവസരത്തിൽ, കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഭാഗം പറഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ കുർബാന ആരംഭിക്കുന്ന തന്നെ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ടാണ്, മാലാഖമാരോടൊപ്പം അത്യുന്നതമാമെന്ന് പാടിക്കൊണ്ട്. ഈ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ നന്നായിട്ട് കണ്ണു തുറന്ന് നോക്കണം. നമ്മൾ എവിടെ കിടക്കുന്നേ? കാലിത്തൊഴുത്തിലാ കിടക്കുന്നേ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം മനുഷ്യനായി അവതരിച്ച് പിറന്നു വീഴുന്നത് കാലിത്തൊഴുത്തിലാണ്, മറക്കരുത്. ജീസസ് വാസ് വിത്ത് ദ പുവർ ആൻഡ് ജീസസ് വാസ് പുവർ. പാവപ്പെട്ടവരുമായി താതാത്മ്യം പ്രാപിക്കാതെ പാവപ്പെട്ടവരോടൊപ്പമായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി പിറന്നവനെയാണ് നാം കുർബാനയുടെ ആരംഭത്തിൽ ആരാധിക്കുന്നത്, മാലാഖവൃന്ദത്തോട് ചേർന്നുകൊണ്ട്. വി ഷുഡ് ബി പൂവർ. നമ്മൾ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ യേശുവിനോട് താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ പാവപ്പെട്ടവരാകണം. ഈ ലോകത്തിൻ്റെ നമുക്കറിയാം, ആധ്യാത്മികതയുടെ ഉള്ളിലേക്ക് കുറച്ച് ലൗകികത കലർന്നു വരുന്ന കാര്യമൊക്കെ, അതൊക്കെ എൻ്റെ പോരായ്മകളാണ്. ഞാൻ തിരുത്താൻ തയ്യാറാകണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നുണ്ട്, ഈ ആധ്യാത്മികതയ്ക്കുള്ളിലേക്ക് ലൗകികത കയറി വരുന്നതിനെ കുറിച്ച്. അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളരെ കോഷ്യസ് അല്ലെങ്കിൽ അറിയാതെ എൻ്റെ ആധ്യാത്മികതയുടെ ഉള്ളിലേക്ക് ലൗകികത കയറി വരും. ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അവനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ നീന്തുമ്പോൾ ചണ്ടി വകഞ്ഞു മാറ്റില്ലേ, അതുമാതിരി ഇങ്ങനെ അവനെ മാറ്റിക്കൊണ്ടിരുന്നില്ല, അവൻ കയറി വരും, നിറയും, ലൗകികത നിറയും. സോ കാലിത്തൊഴുത്തിൽ കിടന്ന യേശുവിനെ ആരാധിച്ച മാലാഖ വർണ്ണത്തോട് ചേർന്ന് ഞാൻ അത്യുന്നതമാം പാടുമ്പോൾ പാവപ്പെട്ടവരോട് ഐഡന്റിഫൈ ചെയ്യാൻ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നെന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കണം. ഞാൻ യേശുവിൻ്റെ അതേ ചാലിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകണം. ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല. ഒത്തിരിയേറെ പോരായ്മകൾ എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. ചിലപ്പോഴൊക്കെ ലൗകികത എൻ്റെയും ജീവിതത്തിൽ കയറി കൂടാറുണ്ട്. പക്ഷെ ഞാൻ ആത്മപരിശോധന ചെയ്ത് അതിനെയൊക്കെ തിരുത്തി എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിതർക്ക് വേണ്ടി. മാറിയെന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വീടുകളിൽ നിന്ന് ഞങ്ങളൊക്കെ വരണേ, മെത്രാന്മാരായാലും അച്ഛന്മാരെ ഞങ്ങൾ വീടുകളിൽ നിന്ന് വരുന്നവരാ. ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാതിരിയൊക്കെ പോരായ്മകളുണ്ട്. നിങ്ങൾ മുട്ടുകൊത്തി കൈവരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒന്ന് വിമർശിക്കുക മാത്രം പോരാ. ഇന്ന് മെത്രാന്മാർക്കെതിരെ അച്ഛന്മാർക്കെതിരെ ഒക്കെ ഒത്തിരി
എന്നോട് ഞാൻ ചെല്ലുന്ന പള്ളികളിലൊക്കെ അച്ഛന്മാർ പറയുന്നു ഇപ്പോൾ റെസ്പെക്റ്റ് ഇല്ല. ഇടവക യോഗത്തിൽ ആൾക്കാർ പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇട്ടിട്ട് പോകാൻ തോന്നും. അതേപോലെ സംസാരമാണ്, റെസ്പെക്റ്റ് ഇല്ല. ശരിയാ, ഞങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിലൊക്കെ തരും. അൽമാരുടെ ഭാഗത്തുനിന്ന് ഒരു വീട്ടിൽ ചെന്നാൽ കിടക്കാൻ നല്ല മുറി, കഴിക്കാൻ നല്ല കറി, പുറത്തിറങ്ങിയാൽ നല്ല തെറി. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാകണം. ലൗകികത ആധ്യാത്മികതയുടെ ഉള്ളിലേക്ക് കയറി വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കുർബാനയുടെ ആരംഭത്തിൽ തന്നെ മാലാഖവർണ്ണത്തോടൊപ്പം കാലിത്തൊഴുത്തിൽ കിടക്കുന്നവനെയാണ് ആരാധിക്കുന്ന എന്നുള്ള അവബോധം എനിക്കും നമുക്കും ഉണ്ടാകട്ടെ. ഇനിയും വചന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലും. സ്വർഗസ്ഥനായ പിതാവേ, അപ്പാന്ന് വിളിക്കുകയാണ്. ആരാ അപ്പാന്ന് വിളിക്കുക? മക്കളുടെ പ്രത്യേകത എന്താ? സഹോദരി സഹോദരന്മാരാണ്. ഈ ലോകത്തില് ജാതി മത ഭേദമന്യേ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏത് മതസ്ഥരായാലും എൻ്റെ സഹോദരനും സഹോദരിയാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിലാണ് എനിക്ക് അപ്പാന്ന് ആത്മാർത്ഥത്തോടെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ രണ്ട് കൈ വിരിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വർഗീയ വിഷം തുളുമ്പുന്നുണ്ടെങ്കിൽ ആ അപ്പ എന്നുള്ള വിളി വഞ്ചനയാണ്. എനിക്ക് എല്ലാവരെയും എൻ്റെ സഹോദരി സഹോദരന്മാരെ കാണാൻ സാധിക്കണം. ഒരു മുസ്ലിം ആണെങ്കിലും ഒരു ഹൈന്ദവനാണെങ്കിലും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്, ഞങ്ങളുടെ അപ്പനാണ് ദൈവം. ആ വിളിയാണ് കുർബാൻ്റെ ആരംഭത്തിൽ ഓരോ ക്രൈസ്തവനും നടത്തുന്നത് എന്ന് മറക്കരുത്. അറിയാതെ വർഗീയത കടന്നു വരാൻ സാധ്യതയുണ്ട്. അവിടെയും നമ്മൾ വേഗം വേലി കെട്ടി അടയ്ക്കണം. വർഗീയ വിഷം തുപ്പുന്ന ചിന്തകൾ കടന്നു ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കണ്ണടച്ചിട്ട് കാര്യമില്ല. ആ വിഷത്തെ പുറന്തള്ളാനായിട്ട് സ്നേഹം കൊണ്ട് കൂട്ടായ്മ കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ ഒരു ഉറച്ച ബോധ്യം എനിക്കും നമുക്കും ഉണ്ടാകണം. ഒരിക്കലും ക്രൈസ്തവരെ വേദി കെട്ടി തിരിച്ചിട്ടില്ല കർത്താവ്. ക്രിസ്തുവിൻ്റെ ഒരു പഠനങ്ങളിലും അങ്ങനെയില്ല. കർത്താവ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അക്രൈസ്തവരോട് അല്ലെങ്കിൽ വിജാതീയരോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യഹൂദ പുരോഹിതനും ലേവായനും ശുശ്രൂഷിക്കാൻ വരാത്തിടത്ത് ഒരു വിജാതീയനായി സമറായൻ വന്ന് ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശ്ലാഘിക്കുകയാണ്. കാനാൻകാരി പെണ്ണിന്റെ വിശ്വാസത്തെ കർത്താവ് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കണ്ടോ, അവിടെ വർഗീയത ഇല്ലെന്ന് മാത്രമല്ല, വർഗീയതയ്ക്ക് അപ്പുറം മറ്റു വിജാതീയരായ ആളുകളെ കൂടുതൽ സ്നേഹിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അപ്പൊ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഒരു വർഗീയ ചിന്തയില്ലാതെ എല്ലാവരെയും മക്കളും സഹോദരങ്ങളുമായി ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവത്തിലായിരിക്കണം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്. ഇനിയും സങ്കീർത്തനം ആലപിക്കുമ്പോൾ ദാവീദ് ആടുകളെ പുൽത്തകടിൽ മേയിക്കാൻ വിട്ടിട്ട് ദൈവത്തിൻ്റെ പരിപാലനം ഓർത്താണ് സങ്കീർത്തനങ്ങൾ ആലപിക്കുക. നമ്മളും ദൈവത്തിൻ്റെ പരിപാലനം ഓർത്താണ് സങ്കീർത്തനം ആലപിക്കുക. ഈ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയില്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും എങ്ങനെയൊക്കെ നയിക്കണേ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ദൈവം എങ്ങനെ, പക്ഷെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി നമുക്ക് മനസ്സിലാവത്തില്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു കാർമേഘത്തിൻ്റെ കഥ. കാർമേഘം ഇങ്ങനെ ആകാശത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ആ കാർമേഘത്തിനൊരു ആഗ്രഹം, ദൈവവുമായിട്ട് എനിക്കൊന്ന് ലയിക്കണം. പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നീയുമായിട്ടൊന്ന് ലയിപ്പിക്കണമേ. കുറച്ച് കഴിഞ്ഞപ്പോൾ തല്ലിത്തൊഴിച്ചൊരു മഴ പെയ്തു. ഈ കാർമേഘം മഴത്തുള്ളിയായിട്ട് നേരെ വന്ന് പാടത്ത് ചെളിയിൽ വന്ന് വീണു. പ്രാർത്ഥന ശരിക്കും ഫലിച്ചു. ദൈവമായിട്ട് ലയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ചെളി കൊണ്ടിട്ടെന്ന് മഴത്തുള്ളി പറഞ്ഞു. എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞപ്പോൾ തല്ലി തൊഴിച്ച് വേറൊരു മഴ. ഈ മഴത്തുള്ളി അവിടെ നിന്ന് ഒഴുകിച്ചെന്ന് ഒരു കിണറ്റിൽ എന്ന് ചാടി, ഇത്രയും വട്ടമുള്ള കിണറ്റിൽ. ഇതെന്ത് ദൈവമാണിത്? ദൈവമായിട്ട് ലയിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ചെളി കൊണ്ടിട്ടു.
അവിടെ ഇട്ടതും പോരാ, പിന്നെ എന്നെ കൊണ്ടൊരു ഈ റാ വട്ടത്തിലുള്ള ഒരു കിണറിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു. അത് പള്ളിമുറ്റത്തെ കിണറായിരുന്നു. ആ പള്ളിയിലെ കപ്പ്യാർ വന്ന് വെള്ളം കോരാമെന്ന് വെള്ളം കോരിയപ്പോൾ ബക്കറ്റിൻ്റെ ഉള്ളിൽ പെട്ടു ഈ തുള്ളി, മഴത്തുള്ളി. വീണ്ടും കിണറിൻ്റെ വാവട്ടത്തിൽ നിന്ന് പിന്നെ എന്നെ ചുരുക്കി ഈ ബക്കറ്റിൻ്റെ ഉള്ളിലാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഈ കപ്പ്യാർ അത് ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുന്നു. ഒരു കുപ്പിയുടെ വലിപ്പത്തിൽ അതിനുള്ളിലേക്കാക്കി എന്നെ ചുരുക്കി ചുരുക്കി കൊണ്ടിരുന്ന ദൈവം മഴത്തുള്ളി ചിന്തിച്ചു. പക്ഷെ സങ്കീർത്തി കൊണ്ടുവന്ന കുർബാനയ്ക്കുള്ള ചെറിയ 2 കുപ്പികളിലേക്ക് വീണ്ടും ഒഴിച്ചു ഈ വെള്ളം. ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചു, ഒരു കുപ്പിയിൽ വീഞ്ഞു ഒഴിച്ചു. അപ്പോൾ ഈ മഴത്തുള്ളി ആ കുഞ്ഞു കുപ്പിയിലായി. പക്ഷേ കുർബാനയുടെ സമയത്ത് വീഞ്ഞൊഴിച്ച് 2 തുള്ളി വെള്ളം കാസിയിലേക്ക് ഒഴിച്ചപ്പോൾ അതിലൊരു വെള്ളത്തുള്ളിയായി മാറി ഈ മഴത്തുള്ളി. കുർബാന അർപ്പിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ തിരുരക്തമായി തീരാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു ഈ മഴത്തുള്ളിക്ക്. കണ്ടോ? പക്ഷെ മഴത്തുള്ളിയുടെ ചിന്തയിൽ കാർമേഘം പാടത്ത് ചെളിയിൽ വീഴ്ത്തി, കിണറ്റിലേക്ക് കൊണ്ടിട്ടു, ബക്കറ്റിലേക്ക് കൊണ്ടിട്ടു, ഒരു കുപ്പിയിലേക്കാക്കി, ഒരു കുഞ്ഞു കുപ്പിയിലേക്കാക്കി. പക്ഷെ അവസാനം ദൈവം തൻ്റെ രക്തമാക്കി മാറ്റി ഈ മഴത്തുള്ളിയെ. ഇതാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. ഈ പരിപാലന നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ എന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്ന ദൈവം. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും അത് അനന്തമാണ്. ദൈവമേ നിന്റെ തിരികെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടും ദൈവത്തിൻ്റെ പ്ലാനുകൾക്കും പദ്ധതികൾക്കും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ടും നമുക്ക് സാധിക്കണം. നന്മ മാത്രം നമുക്ക് വരുത്തുന്ന ദൈവമാണ് ദൈവം എന്നുള്ള കാര്യം മറക്കരുത്. ആ ദൈവത്തിൻ്റെ പരിപാലനം ഓർക്കുന്ന സമയമാണ് സങ്കീർത്തനം ആലപിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഉത്ഥാനഗീതം ആലപിക്കുന്നു. നമുക്കറിയാം ഈശോയുടെ ഉയർപ്പ് ഓർക്കുന്ന സമയമാണ് ഉത്ഥാനഗീതം. സർവാധിപനാം കർത്താവ്യ പാട്ട് പാടുമ്പോൾ, ആ സർവാധിപനാം പാട്ട് പാടുമ്പോൾ ദൈവത്തിൻ്റെ ഉത്ഥാനവും മരണശേഷമുള്ള നമ്മുടെ ഉയർപ്പ് ഓർക്കുന്ന സമയമാണത്. നമ്മൾ ഓർക്കണം ഓരോ കുർബാനയിലും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് യാത്ര പറയേണ്ടവനാണ്. ഞാൻ ഇവിടെ സ്ഥിരമില്ല. എൻ്റെ മരണശേഷമുള്ള ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഞാൻ ഈ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ജീവിതത്തിന് അർത്ഥം പകരുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്, മറക്കരുത്. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് എന്ന് പറയുന്നുണ്ടോ. ഞാനതിന് അവസാനം ഒരു വാക്കുകൂടി വയ്ക്കും, ഇഫ് നോ റിസറക്ഷൻ, യേശുവിൻ്റെ ഉത്ഥാനമില്ലെങ്കിൽ ദിസ് ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ്. പക്ഷെ ഉത്ഥാനം ഉണ്ടെങ്കിൽ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ എനിക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഈശോയുടെ ഉത്ഥാനം ഉൾക്കൊള്ളാൻ എത്ര ഭംഗിയായിട്ട് കർത്താവ് അവസരം ഒരുക്കിയിരിക്കുന്നതൊക്കെ ഇല്ലേ. കർത്താവ് വീട്ടിലൊരു പെൺകുട്ടിയെ ഉയർപ്പിച്ചു, റോട്ടിലൊരു യുവാവിനെ ഉയർപ്പിച്ചു, പിന്നെ കല്ലറയിൽ ലാസറിനെ ഉയർപ്പിച്ചു. അങ്ങനെ മനസ്സിനെ ഒരുക്കി വന്ന് ഈശോ 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള ആ ഉറച്ച വിശ്വാസവും മരണശേഷമുള്ള എൻ്റെ ഉയർപ്പിലുള്ള പ്രതീക്ഷയും, ഇത് രണ്ടാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് നീക്കാൻ ഇടവരുത്തുന്നത്. ഇത് നമുക്ക് പറയാം കുർബാനയുടെ ആമുഖ ശുശ്രൂഷ എന്ന് പറയും. തുടർന്നാണ് വചന ശുശ്രൂഷ. ഞാനിത് രണ്ടും കൂടി ചേർത്താണ് വചനം വിളമ്പുന്ന ഭാഗം എന്ന് അവതരിപ്പിച്ചത് തുടക്കത്തിൽ. ഇനി ശബ്ദമുയർത്തി എന്ന പാട്ട് പാടുമ്പോൾ വചനം കേൾക്കാൻ പോകുന്നതിലുള്ള ആനന്ദം മാലാഖമാരോട് ചേർന്ന് നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, സർവേശ, ബലവാനെ, അമർത്തിനെ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവന അമർത്തിനെ. ദൈവത്തിൻ്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് മാലാഖമാരോട് ചേർന്ന് നമ്മൾ തുള്ളിച്ചാടി പാടുന്ന പാട്ട്. ചിലപ്പോൾ പള്ളികളിൽ, പെരുന്നാൾ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു പെൺകുട്ടികൾ നിൽക്കുന്ന കാണാം ഈ പള്ളിയുടെ നടയിൽ. അതിൻ്റെ കുഞ്ഞി പാവാട ഇട്ട് നിന്നുണ്ട് പരിപാവനന എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പാവാട തുമ്പത്ത് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് അതാണ് ആ സമയത്തെ ടെമ്പോ. ഇതാ ഞാൻ എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു, തുള്ളിച്ചാടിക്കൊണ്ട് പാടുന്ന പാട്ടാണ് ത്രൈശുദ്ധ കീർത്തനം, ശബ്ദമുയർത്തി എന്നുള്ള പാട്ട്. അത് കഴിഞ്ഞാൽ വചനം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ, എൻ്റെ അപ്പൻ്റെ വചനമാണ് കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനം. ഞാൻ ഓർക്കുന്നു, ഒരു കുട്ടി ഒരു വീട്ടിൽ ഒരു കുടുംബസമ്മേളനം നടക്കുമ്പോൾ അവിടെ
ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്, ഒരു മൈക്രോഫോൺ കൂടിയുണ്ട്. ആ ഒരു കൊച്ചുകുട്ടി ആ സ്പീക്കറിൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. അവൻ്റെ അപ്പനാണ് പള്ളി അവിടുത്തെ ഈ യൂണിറ്റിൻ്റെ ട്രഷറർ. അപ്പം കണക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ കൊച്ചുകുട്ടി ഒന്നുകാലം ഇരുന്ന് അവൻ്റെ ചെവി ആ സ്പീക്കറിൽ വെച്ച് തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ശബ്ദം കേൾക്കുമ്പോഴുള്ള ആ സന്തോഷം, അപ്പൻ്റെ ശബ്ദം കേൾക്കുമ്പോഴുള്ള സന്തോഷം. സ്പീക്കറിലൂടെ അവൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കൊച്ചിരുന്ന് ഉന്തുകാലമോ തുള്ളി ചാടിക്കൊണ്ടിരിക്കുക. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ എൻ്റെ അപ്പൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, എൻ്റെ വചനം ഞാൻ കേൾക്കുന്നു, ആ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് വേണം, ആ ആനന്ദത്തോടു കൂടി വേണം കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ. തുടർന്ന് കാറസൂസ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വായിച്ചു കേട്ട വചനത്തോട് പ്രാർത്ഥനയിൽ പ്രത്യുത്തരിക്കുന്നു. ഇതാണ് കുർബാനയുടെ ആദ്യ ഭാഗം, വചനം വിളമ്പുന്ന ഭാഗം. ഏറ്റവും യോഗ്യതയോടുകൂടി അപ്പൻ്റെ സ്വരം തിരിച്ചറിയാൻ മക്കളായി നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.